ഹായ്, പ്ലസ് ടുവിലെ ഫിസിക്സ് ഒക്കെ പഠിച്ചു തുടങ്ങിയല്ലേ? ആ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ എങ്ങനെയുണ്ട് പഠിക്കാൻ? അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ നിങ്ങൾ പഠിച്ചതാണ്, ഗോസസ് തിയറം. ഓക്കെ, ആ ഗോസസ് തിയറം പേടിപ്പിക്കുന്ന ഒരു സാധനമേ അല്ല, സിമ്പിളൻ ആയിട്ടുള്ള ആളാണ്. സോ നമ്മുടെ ഗോസസ് തിയറം എന്താണെന്നും അതിന് 3 ഡെറിവേഷൻസ് ഉണ്ട്. ആ 3 ഡെറിവേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് വേഗം ഒന്ന് നോക്കാം. ആദ്യം എന്താണ് ഈ ഗോസസ് തിയറം? ഗോസസ് തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. നോക്കൂ, നമ്മള് ഒരു ഷെല്ല്, എന്തെങ്കിലും ഒരു ക്ലോസ്ഡ് സർഫസ് ഒന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു ഷെല്ല് മതിയല്ലോ അല്ലെ? നിങ്ങൾക്ക് റെക്ടാംഗിൾ ഇഷ്ടമെങ്കിൽ റെക്ടാംഗിൾ എടുക്കാം, എന്ത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, സോ ഞാൻ ഇവിടെ ഒരു സ്ഫിയർ എടുക്കുന്നു. ഓക്കെ, ഈ സ്ഫിയറിനകത്ത് സപ്പോസ് there are Q1 ചാർജ്, Q2, Q3, Q4 മെനി ചാർജസ് അതിനകത്തുണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ എനിക്കൊരു ആഗ്രഹം എന്തുവാ, ഈ ഷെല്ലിനകത്ത് അല്ലെങ്കിൽ ഷെല്ലിൽ നിന്ന് ഉണ്ടാകുന്ന മുഴുവൻ ഫ്ലക്സ് എത്ര എന്ന് കണ്ടെത്തണം എന്നൊരു ആഗ്രഹം. അത്യാഗ്രഹമായി പോയല്ലേ? പക്ഷെ നമുക്ക് വഴിയുണ്ട്, എളുപ്പത്തിൽ കണ്ടെത്താം. അതാണ് ഗോസസ് തിയറം പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെയുള്ള ഷെല്ലിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടെത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം. ഈ ഷെല്ലിനകത്ത് കുറെ ചാർജസ് ഇരിപ്പുണ്ടല്ലോ, ഈ ചാർജസ് എല്ലാം കൂടി നമുക്ക് കൂട്ടി എടുക്കാമല്ലോ, ബിക്കോസ് ചാർജസ് ആർ അഡിറ്റീവ്. നമ്മളത് പഠിച്ചാണ്, പഴയ വീഡിയോ, ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ ചാർജസിന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്ത് ടോട്ടൽ ചാർജ് എത്രയുണ്ടെന്ന് ആദ്യം നിങ്ങൾ കണ്ടെത്തുക. സോ വാട്ട് ഈസ് ദി ടോട്ടൽ ചാർജ്? സോ ടോട്ടൽ ചാർജ് സപ്പോസ് Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് Q4 അത്രയും ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അതെല്ലാം കൂടി കൂട്ടിയപ്പോൾ ഐ ഗോട്ട് ഇറ്റ് ആസ് Q എന്നൊരു ആൻസർ ആയിട്ട് കിട്ടി. എങ്കിൽ നിങ്ങൾ ആ ചാർജിന്റെ ടോട്ടൽ ചാർജിനെ 1/ε0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ടോട്ടൽ ചാർജ് നിങ്ങൾക്ക് കിട്ടും. ആ ടോട്ടൽ ചാർജിനെ 1/ε0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിരിക്കും. എന്തായിരുന്നു അത്? ടോട്ടൽ ഫ്ലക്സ് കാണുക എന്നതായിരുന്നു നമ്മുടെ ആഗ്രഹം. സോ ടോട്ടൽ ഫ്ലക്സ് phi is equal to 1/ε0 into Q. ആക്ച്വലി ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ മിസ്റ്റേക്ക് ഒന്നും അല്ല കേട്ടോ, ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. അതായത് 2 into 3 നമ്മൾ വായിക്കുന്നത് എങ്ങനെ? 2 into 3 അല്ലെ? തെറ്റാണത്. ആക്ച്വലി ഇൻറ്റു എന്ന് പറയുന്ന ഒരു വേർഡ് അങ്ങനെ ഒരു ഫ്രേസ് അതിനകത്ത് ഇല്ല. നമ്മൾ മൾട്ടിപ്ലൈഡ് ബൈ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. ബട്ട് വേറൊരു ടെർമിനോളജി ഉണ്ട് ഇതിന് ഉപയോഗിക്കുന്നത്. കൂടുതൽ ഇംഗ്ലീഷ് ആൾക്കാര് അതാണ് യൂസ് ചെയ്ത് കാണുന്നത് നമ്മൾ. സോ അവരെങ്ങനെ ഇത് വായിക്കുന്നത് വെച്ചാൽ 2 times 3 എന്ന് വായിക്കും. 2 times 3 means 2 into 3 multiplied by 3 എന്നതാണ്. സോ 2 times 3. അപ്പൊ ഗോസസിൽ ഉണ്ടാക്കിയ ഗോസ് ഒരു ഇംഗ്ലീഷുകാരനായിരിക്കുമല്ലോ. അപ്പൊ അയാൾ എങ്ങനെയായിരിക്കും ഇത് വായിക്കാൻ സാധ്യത? അത് തന്നെ 1/ε0 times the charge. ഓക്കെ, 1/ε0 times the charge എന്നതാണ് അയാൾ ഇതിനെ വായിച്ച രീതി. എങ്കിൽ എന്തായിരിക്കും ടോട്ടൽ സെന്റൻസ്? എങ്ങനെയായിരിക്കും ആ തിയറം വരിക? ഇത്രയേ ഉള്ളൂ, ദ ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ്. ക്ലോസ്ഡ് ആയിരിക്കണം കേട്ടോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ദ ടോട്ടൽ ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു, ഇതെങ്ങനെ നമ്മൾ പറഞ്ഞത്? 1/ε0 ടൈംസ് Q എന്തായിരുന്നു? ടോട്ടൽ ചാർജ്. ആ ടോട്ടൽ ചാർജ് എവിടെ ഇരിക്കുന്നത്? ഇൻസൈഡ് ദി ഷെൽ. സോ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി ഷെൽ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഒന്നുകൂടി, ദ ടോട്ടൽ ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗോസസ് തിയറം. അപ്പൊ ഗോസ് എന്ത് വലിയ കാര്യമല്ലേ ചെയ്തത്? ഇതില്ലെങ്കിൽ നമ്മൾ ഇതിന്റെയൊക്കെ ഡെറിവേഷൻ ചെയ്ത് അണ്ടാറടങ്ങി പോയേനെ. അപ്പൊ അത് വളരെ സിമ്പിൾ ഫോർമുലയൊക്കെ അയാൾ തന്നിട്ടുണ്ട്. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും എഴുതാം. Can be also written as 1 into Q is Q, so Q/ε0. So flux is equal to Q/ε0 എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിയും എഴുതാം. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ആ രീതിയിൽ പഠിക്കാം. പക്ഷെ 1/ε0 into Q എന്ന് ആദ്യമേ പറഞ്ഞത്, ആ ടൈംസ് വന്നത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആദ്യമേ പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് Q/ε0, അത്രേ ഉള്ളൂ ഗോസസ് തിയറം. ഇനി നമുക്ക് ഈ ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് പഠിക്കാം. 3 ആപ്ലിക്കേഷൻസ് ആണ് ഉള്ളത്. ഇത് 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രീക്വന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് നിങ്ങളുടെ ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യനുമാണ്. അപ്പൊ നമുക്ക് പഠിക്കാം എന്തൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്നുള്ളത്. നോക്കാം. ഗോസസ് തിയറത്തിന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള സ്ട്രേറ്റ് ലൈൻ കണ്ടക്ടർ. ഓക്കെ,
ഇപ്പൊ ഞാൻ വളരെ ലോങ് ആയിട്ട് ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്താണ് നിൽക്കുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു ഇപ്പൊ കോട്ടയം വരെ അല്ലെങ്കിൽ കാസർഗോഡ് വരെ ലോങ് ആയിട്ടുള്ള ഒരു വയർ ഞാൻ കെട്ടിയിട്ടിരിക്കുന്നു വിചാരിക്കും. വളരെ ലോങ് സ്ട്രൈറ്റ് ലൈൻ കണ്ടക്ടർ. സോ അങ്ങനെ വളരെ ലോങ് ആകുമ്പോൾ പറയാൻ പറ്റുന്ന ഒരു വേർഡ് എന്താ? ഇൻഫിനിറ്റ്ലി ലോങ്. സോ ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ കണ്ടക്ടർ. അതിനകത്ത് ചാർജസ് ഇങ്ങനെ അടിങ്ങി ഇരിക്കുകയാണ്. അതെങ്ങനെ? നല്ല കണക്കും ചിട്ടയോട് കൂടിയാണ് ഇരിക്കുന്നത്. സോ നമുക്ക് പറയാം യൂണിഫോംലി ചാർജ്ഡ്. അപ്പോ എങ്ങനെ? യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് ലൈൻ കണ്ടക്ടർ. അതാണ് നമ്മുടെ ഇവിടുത്തെ താരം. സോ അങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ കണ്ടക്ടർ നമ്മൾ എടുത്തു എന്ന് വിചാരിക്കും. ഇവിടെ നിർത്തണമെന്നില്ല, ബിക്കോസ് അത് ഇൻഫിനിറ്റ്ലി ലോങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഡോട്ട് ഇട്ട് കാണിക്കാം. എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. സോ ചാർജസ് ഇതിനകത്ത് യൂണിഫോം ആയിട്ട് ഇരിപ്പുണ്ട്. സോ ഇത്തരത്തിലുള്ള ഒരു യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ കണ്ടക്ടർ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എനിക്കൊന്ന് കണ്ടെത്തണം. ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചാണ്. നമ്മൾ എന്തിനായിരുന്നു ഗോസസ് തിയറം പഠിച്ചത്? ഗോസസ് തിയറം എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഉപയോഗിച്ചത്? ഫ്ലക്സ് കാണാൻ. പക്ഷെ അതിന്റെ ആപ്ലിക്കേഷൻ ഇലക്ട്രിക് ഫീൽഡ് കാണാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്ലക്സ് കാണാനല്ല, തിയറം ഫ്ലക്സ് കാണാനാണെങ്കിലും അതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ നിന്ന് കണ്ടെത്തണം. പ്രശ്നമില്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ നിന്ന് കണ്ടെത്തണമെങ്കിൽ നമുക്കിവിടെ ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമല്ലോ. പക്ഷെ ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമില്ല. എന്തായിരുന്നു അത്? അത് തന്നെ തലയ്ക്കകത്ത് തുതിച്ച് കാണും. ക്ലോസ്ഡ് സർഫസ്. ഇവിടെ ക്ലോസ്ഡ് സർഫസ് ഇല്ല. ക്ലോസ്ഡ് സർഫസ് ഇല്ലാതെ ഒരു കളി നടക്കത്തില്ല. അപ്പൊ നമുക്ക് എന്ത് തന്നെ വേണം? ഒരു ക്ലോസ്ഡ് സർഫസ് വേണം. സോ വി ആർ കൺസിഡറിങ് എ ക്ലോസ്ഡ് സർഫസ്. ഞാനിപ്പോ ഒരു സിലിണ്ടർ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. വി ഗോട്ട് എ ക്ലോസ്ഡ് സർഫസ്. ഇനി ഇവിടെ നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് ഈ ഡെറിവേഷൻ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും അതങ്ങ് ഓർത്ത് വെച്ചിരിക്കാം. 3 സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജനറൽ ഇക്വേഷൻ എഴുതി ഒരു ഇക്വേഷൻ ആക്കി മാറ്റും. ജനറൽ ഇക്വേഷൻ ഇലക്ട്രിക് ഫ്ലക്സ് കാണുന്ന ജനറൽ ഇക്വേഷൻ E.ds നിങ്ങൾ എല്ലാവരും പഠിച്ചാണ്. സോ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു E.ds എന്ന് പറയുന്ന ജനറൽ ഇക്വേഷൻ ആദ്യം എഴുതും. രണ്ടാമത് ഗോസ് തിയറത്തിന്റെ ഫ്ലക്സ് കാണുന്ന ഇക്വേഷൻ. എന്നിട്ട് ഇത് 2 ഫ്ലക്സ് ആണല്ലോ കാണുന്നത്, എങ്കിൽ നമുക്ക് ഈ 2 ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാലോ. ഇക്വേറ്റ് ചെയ്ത് ആൻസർ. ഇതാണ് 3 സ്റ്റെപ്പ്. സോ ഫസ്റ്റ് ജനറൽ ഇക്വേഷൻ, രണ്ടാമത് ഗോസസ് തിയറത്തിന്റെ ഇക്വേഷൻ, മൂന്നാമത് ഇക്വേറ്റ് ചെയ്യുന്ന പരിപാടി. എല്ലാ ഡെറിവേഷനും ഈ ഒരു ഫോർമാറ്റിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ജനറൽ ഇക്വേഷൻ വേണം. ജനറൽ ഇക്വേഷൻ E.ds A.b എക്സ്പാൻഡ് ചെയ്താൽ A ബിക്കോസ് തീറ്റ. അപ്പൊ ഒരു തീറ്റ എന്ന് പറയുന്ന ടേം അവിടെ കയറി വരും. നിങ്ങൾ അത് പഠിച്ചതായിരിക്കും ഉറപ്പായിട്ടും. സോ തീറ്റ എന്തായിരുന്നു? നോർമലിനും ഇലക്ട്രിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിൾ. സോ ഇതിനകത്ത് നോർമൽ എവിടെ? ഇലക്ട്രിക് ഫീൽഡ് എവിടെ? അപ്പൊ അതൊക്കെ ഒന്ന് ആദ്യം നമുക്ക് വരയ്ക്കാം. സോ നോക്കൂ, ഇതൊരു ഇൻഫിനിറ്റ് ലോങ് കണ്ടക്ടർ ആണല്ലോ. അപ്പൊ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ആദ്യമേ വരച്ചു വെച്ചു. ഇനി നമുക്ക് ഇവിടെ എത്ര സർഫസ് ഉണ്ട്? ഒരു സിലിണ്ടറിന് 3 സർഫസുകൾ. ഇതൊരു സിലിണ്ടർ ആയിട്ട് കൺസിഡർ ചെയ്യും. സോ ഈ സിലിണ്ടറിന് 3 സർഫസുകളാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഈ കർവ്ഡ് സർഫസ് അല്ലെ, പിന്നെ ഈ സൈഡും പിന്നെ ഈ സൈഡും. സോ അങ്ങനെ മൊത്തം 3 സർഫസുകൾ. ഒന്ന് ഈ കർവ്ഡ് സർഫസ്, പിന്നെ ഈ സൈഡ് സർഫസ്, പിന്നെ ഈ സൈഡ് സർഫസ്. അപ്പൊ ഈ 3 സർഫസിൽ കൂടിയുള്ള ഫ്ലക്സ് കണ്ടെത്തുക, 3ഉം കൂടി ആഡ് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട്. എങ്ങനെയാ നോക്കിയോ? നമുക്ക് ആദ്യം നോർമൽ വരയ്ക്കാം. ഈ കർവ്ഡ് സർഫസിന്റെ നോർമൽ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. കർവ്ഡ് സർഫസിന്റെ നോർമൽ ഇങ്ങനെയായിരിക്കും. എന്നാൽ സൈഡ് സർഫസിന്റെ നോർമൽ ഇങ്ങനെയായിരിക്കും. ഈ സൈഡ് സർഫസിന്റെ നോർമൽ ഇങ്ങനെയായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ ഒന്ന് നോക്കിക്കേ. ഇവിടെ നമ്മുടെ ഈ സൈഡ് 2 സർഫസിന്റെ നോർമലും ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ ഇരിക്കുന്നത് അല്ലേ? കാരണം ഈ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്, നോർമൽ അങ്ങോട്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ഇങ്ങോട്ട്, ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട്. സോ ഇറ്റ് ഇസ് 90 ഡിഗ്രി. 90 ഡിഗ്രി വന്നാൽ വീണ്ടും നമുക്ക് എളുപ്പമായി, കാരണം കോസ് 90 is 0. സോ അങ്ങനെയെങ്കിൽ സൈഡ് സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തണ്ട. ഇലക്ട്രിക് ഫ്ലക്സ് അവിടെ ഓൾറെഡി എന്താ? E.ds എന്നല്ലേ. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് ഓട്ടോമാറ്റിക്കലി 0 ആയി, ഇലക്ട്രിക് ഫീൽഡും 0 ആയി. അപ്പൊ സൈഡ് സർഫസിലെ ഇലക്ട്രിക് ഫീൽഡോ ഫ്ലക്സോ ഒന്നും നിങ്ങൾ ഇനി കണ്ടെത്തണ്ട. അപ്പൊ പിന്നെ ഏത് സർഫസ് മാത്രം മതി? കർവ്ഡ് സർഫസ് മാത്രം മതി. അപ്പൊ കർവ്ഡ് സർഫസിൽ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. അവിടെ ആദ്യം നമുക്ക് ജനറൽ ഇക്വേഷൻ. എന്താ ജനറൽ ഇക്വേഷൻ? ഫ്ലക്സ് ഇസ് ഈക്വൽ ടു E.ds. ds എന്ന് പറഞ്ഞാൽ സ്മോളർ ഏരിയ. നമ്മൾ ഇത് മൊത്തം എടുക്കുന്നതുകൊണ്ട് ആ ടോട്ടൽ ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ ആണ് നമുക്ക് വേണ്ടത്. എന്തായിരുന്നു സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ കാണുന്ന ഫോർമുല? ഒന്ന് ഓർത്തെടുത്തേ. That is 2πRL. Okay, so the formula is 2πR into L. Okay, that is the formula. E.2πRL. ഇനി അടുത്ത, so that is the first equation. തീർന്നു. ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു. ഇനി രണ്ടാമത്തത് ഗോസസ് തിയറം. So according to Gauss's law,
ഫ്ലക്സ് ഇസ് ഈക്വൽ ടു Q by epsilon 0. അത്രയേ ഉള്ളൂ. ഗോസസ് തിയറം അത്രേ പറഞ്ഞിട്ടുള്ളൂ. സോ Q by epsilon 0 എന്ന് നമ്മൾ എഴുതി. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? Q ചാർജ് ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ട് ഒരാളുടെ ചാർജ് നമുക്ക് എങ്ങനെ അറിയാനോ? വളരെ ലോങ് അല്ലേ അത്? അവിടെ നമുക്കൊരു പരിപാടി ഉണ്ട്. എന്തായിരുന്നു? ഇതിന് മുന്നേ നിങ്ങൾ പഠിച്ച സാധനമാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. എന്തായിരുന്നു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ? ഇതുപോലെ ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഡെൻസിറ്റി കണ്ടുപിടിക്കും. അപ്പൊ നമ്മൾ ലോങ് വയറിനെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ലീനിയർ ചാർജ് ഡെൻസിറ്റി. എന്തായിരുന്നു ലീനിയർ ചാർജ് ഡെൻസിറ്റി കാണുന്ന ഫോർമുല? ലാംഡ ഇസ് ഈക്വൽ ടു Q by L. ലാംഡ ഇസ് ഈക്വൽ ടു Q by L. എന്തായിരുന്നു ലാംഡ? ലീനിയർ ചാർജ് ഡെൻസിറ്റി. ചാർജ് പെർ ലെങ്തിനെയാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഇതിന് മുന്നേ പഠിച്ചു കാണും എന്നാണ് എന്റെ വിശ്വാസം. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ എടുത്തതാണ്. ഓൺലൈൻ ക്ലാസ്സിൽ അത് പഠിച്ച് എല്ലാ കുട്ടികളും പഠിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത് ഗോസസ്. അപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും ഇത്. സോ ലാംഡ ഇസ് ഈക്വൽ ടു Q by L. ഇനി നമുക്ക് ആരായിരുന്നു ഇവിടെ അൺനോൺ? Q. അപ്പൊ Qന് വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ നമുക്കൊന്ന് മാറ്റി എഴുതാം. അപ്പൊ ഇത് മാറ്റുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഈ L ഇങ്ങോട്ട് കയറും അല്ലെ? സോ Q ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു L എന്ന് വരും. സോ Q അൺനോൺ ബട്ട് ലാംഡ L നോൺ ആണ്. അപ്പൊ ലാംഡ L Qന് പകരം ലാംഡ L എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ലാംഡ L ബൈ എപ്സിലോൺ 0 ആൻഡ് ദാറ്റ് ഇസ് ദി സെക്കൻഡ് ഇക്വേഷൻ. തീർന്ന പരിപാടി. അപ്പൊ 2 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. 2 സ്റ്റെപ്പ് കഴിഞ്ഞ് 3ാമത്തെ സ്റ്റെപ്പിൽ ഞാൻ എന്താ പറഞ്ഞത്? ഇത് രണ്ടും ഫ്ലക്സ് ആയതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് അങ്ങ് ഇക്വേറ്റ് ചെയ്യാം, ഈക്വൽ ആക്കാം. കാരണം LHS ഈക്വൽ ആണെങ്കിൽ RHS ഈക്വൽ ആയാലേ പറ്റൂ. സോ സ്വാഭാവികമായിട്ടും E into 2 pi R into L is equal to lambda L by epsilon 0. രണ്ട് സൈഡും ഒന്ന് ഉണ്ടക്കണ്ടോ വെച്ച് നോക്കിക്കേ. രണ്ട് സൈഡ് കോമൺ ആയിട്ട് ഒരാളില്ലേ? ഉണ്ട്. ആരാ? L. അപ്പൊ നമുക്ക് എല്ലിനെ അങ്ങ് ക്യാൻസൽ ചെയ്തൂടെ? സോ ഈ എല്ലും വെട്ടിപ്പോച്ച്. ഇനി എന്തൊക്കെയുള്ളത്? ഒരു 2πr. നമുക്ക് ആരെ കണ്ടെത്താനുള്ളത്? ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ 2πr അടുത്ത് അപ്പുറത്ത് കൊണ്ടുപോ. മൾട്ടിപ്ലൈ ഇരിക്കുന്ന ടേം അപ്പുറത്ത് വരുമ്പോ ഡിവിഷൻ ആയിട്ട് മാറും. സോ E is equal to ബാക്കി എന്താ ഉള്ളത്? ലാംഡ ബൈ then 2πr താഴെ വന്നു 2πr into what is remaining? epsilon 0. So that is the equation. തീർന്ന പരിപാടി. എത്ര സിമ്പിൾ ആയിട്ടല്ലേ തീർന്നത്? ഇത്രയേ ഉള്ളൂ. വളരെ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട്. അയ്യോ, അത് മറ്റേ ആപ്പിന്റെ പരസ്യം പോലെ ആയിപ്പോയി. അപ്പൊ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. E is equal to lambda by 2πr into epsilon 0. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ. ഇതിൽ എന്താണ് R എന്ന് അറിഞ്ഞുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറയാം. നമ്മുടെ സിലിണ്ടറിന്റെ റേഡിയസ് ആണ് കേട്ടോ. സിലിണ്ടറിന്റെ റേഡിയസ് ആണ് R എന്ന് പറയുന്നത്. അതിനെ അറിഞ്ഞൂടാന്ന് പറയുന്നത്. ഓക്കെ. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ആപ്ലിക്കേഷൻ. ഇവിടെ ആക്ച്വലി നമ്മള് ഇത് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ളവരുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യും. ഇത് കണ്ടോ, ഒരു പോയിന്റ് P കൺസിഡർ ചെയ്യും. ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. ആ പോയിന്റ് വെച്ചുകൊണ്ടുള്ള സിലിണ്ടർ ആണ് നമ്മൾ ആക്ച്വലി കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഈ പോയിന്റ് കുറച്ചുകൂടി വലുതാവുന്നതനുസരിച്ച് സിലിണ്ടറിന്റെ വലിപ്പവും കൂടി വരും. So that is the equation. E is equal to lambda by 2πr into epsilon 0 എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കണം. ഞാൻ ആദ്യമേ അതൊന്നും പറയാത്തത്. അത് വേണ്ട, നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ക്ലിയർ ആവും. എങ്ങനെയായാലും കാര്യം ക്ലിയർ ആയ പോലെ നമുക്ക്. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദ ഫസ്റ്റ് ഡെറിവേഷൻ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി ഏത് പഠിക്കാം? സെക്കൻഡ് ഡെറിവേഷൻ. സെക്കൻഡ് ഡെറിവേഷൻ എന്ന് പറഞ്ഞാല് ഒരു വളരെ വലിയ ഒരു ഷീറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, വലിയൊരു ഷീറ്റ് ഓഫ് പേപ്പർ, പക്ഷെ കണ്ടക്ടിങ് പേപ്പർ ആണ്. സോ യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഇൻഫിനിറ്റ്ലി ലാർജ് പ്ലെയിൻ ഷീറ്റ്. ഓക്കെ, വലിയ പ്ലെയിൻ ഷീറ്റ് നമ്മൾ എടുക്കുകയാണ്. ഇതിൽ ചാർജസ് ഇങ്ങനെ നമ്മൾ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കും. അഗൈൻ നമ്മുടെ പരിപാടി ഇവിടുത്തെ ഫീൽഡ് കാണുക എന്നതാണ്. പഴയ പരിപാടി തന്നെ. ഫസ്റ്റ് ജനറൽ ഇക്വേഷൻ, ദെൻ ഗോസസ് ലോയുടെ ഇക്വേഷൻ, മൂന്നാമത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുന്ന പരിപാടി. എവിടെ ക്ലോസ്ഡ് സർഫസ്? അപ്പൊ ക്ലോസ്ഡ് സർഫസ് ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ അത് കൺസിഡർ ചെയ്യും അല്ലെ. സോ ഇവിടെ ഒരു ക്ലോസ്ഡ് സർഫസ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നേരത്തെ പോലെ തന്നെ ഒരു സിലിണ്ടർ ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ സിലിണ്ടർ അതിനകത്ത് കൂടി ഇങ്ങനെ പാസ് ചെയ്ത് വെളിയിലേക്ക് വരുന്ന രീതി. ക്ലിയർ ആയല്ലോ? സോ ഒരു സിലിണ്ടർ നമ്മൾ അകത്തൂടി ഇങ്ങനെ പാസ് ചെയ്ത് എടുപ്പിച്ചു. സോ നമുക്ക് ഈ ഒരു സിലിണ്ടറിൽ കൂടിയുള്ള ഫ്ലക്സ് ആണ് കണ്ടെത്താനുള്ളത്.
സോ ആദ്യം നമ്മളിവിടെ നോർമൽ വരയ്ക്കണ്ടേ? സോ നോർമൽ കർവ്ഡ് സർഫസിൽ കൂടിയുള്ള നോർമൽ, ഇത് സൈഡ് സർഫസിൽ കൂടിയുള്ള നോർമൽ, ഇത് ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഈ സൈഡിലോട്ട് ഇങ്ങനെ, ഈ സൈഡിലോട്ട് ഇങ്ങനെ. ഓക്കെ, ഫിഗേഴ്സ് ഒക്കെ ക്ലിയർ ആണല്ലോ? എങ്കിൽ നമുക്ക് ഇനി കാര്യങ്ങൾ നോക്കി തുടങ്ങാം. ഇവിടെ 3 സർഫസുകളാണുള്ളത്. ഒന്ന് കർവ്ഡ് സർഫസ്, 2 സൈഡ് സർഫസ്. സൈഡ് സർഫസിലെ നോർമലും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും ഇവിടെ പാരലൽ ആണ്. നേരത്തെ പെർപെൻഡിക്കുലർ, ഇപ്പൊ പാരലൽ അല്ല. പക്ഷെ കഥ ഇവിടെ മാറി. ഇവിടെ കർവ്ഡ് സർഫസിന്റെ നോർമൽ നോക്കിക്കേ, കർവ്ഡ് സർഫസിന്റെ നോർമൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കുന്നത്? പെർപെൻഡിക്കുലർ. അപ്പൊ അവിടെ ഫ്ലക്സ് എത്രയായിരിക്കും? 0. അപ്പൊ നേരത്തെ ഡെറിവേഷൻ നമ്മൾ കർവ്ഡ് സർഫസ് മാത്രമേ എടുത്തോളൂ. പക്ഷെ ഇപ്പൊ അത് മാത്രം എടുക്കണ്ട. വൈ? ബിക്കോസ് their angle is 90 degree. എന്നാൽ നമ്മുടെ സൈഡ് സർഫസിന്റെ നോർമലും ഇലക്ട്രിക് ഫീൽഡും പാരലൽ ആയിട്ട് ഇരിക്കുന്നത്. ഇപ്പോഴത്തെ സൈഡ് ആണെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ നോർമൽ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരിക. അപ്പൊ ഈ നോർമലും ഇലക്ട്രിക് ഫീൽഡും പാരലൽ ആണ്. സോ 2 സൈഡ് സർഫസ് മാത്രം ഇവിടെ എടുത്താൽ മതി, കർവ്ഡ് സർഫസ് വേണ്ട. അപ്പൊ കർവ്ഡ് സർഫസ് നമ്മൾ എടുക്കുന്നില്ല, സൈഡ് സർഫസ് മാത്രം. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സൈഡ് സർഫസ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ഈ സൈഡിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫ്ലക്സും സെയിം ആയിരിക്കില്ലേ? നമ്മൾ ആക്ച്വലി ടോട്ടൽ ഫ്ലക്സ് കാണുന്നുണ്ടെങ്കിൽ ഈ സൈഡിലെ ഫ്ലക്സ് പ്ലസ് ഈ സൈഡിലെ ഫ്ലക്സ് ഇതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഈ സൈഡ് ഉണ്ടാകുന്ന അതേ ഫ്ലക്സ് തന്നെയല്ലേ ഇപ്പുറത്തും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ സൈഡിലെ കണ്ടുപിടിച്ചിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ സൈഡിൽ ഫ്ലക്സ് കാണാം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് സ്റ്റെപ്പിലേക്ക് പോകാം. ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു എസ്. ഇ ഡോട്ട് ഡി എസ് ആണ്. അത് 0 ആയല്ലോ. കോസ് 0 ഇസ് 1. അപ്പൊ ഇ ഇൻറ്റു എസ്. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടുത്തെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന്. ഒന്നും വേണ്ട. ഓക്കെ, ഒന്നും വേണ്ട. അത് അവസാനം എത്തുമ്പോൾ ഒരു കളിയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എസ് എന്നിട്ട് പോയാൽ മതി. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ പറഞ്ഞു ഇത് ഇ ഇൻറ്റു എസ് എന്ന് പറയുന്നത് ഒരു സൈഡ് സർഫസ് ആണ്. എത്ര സൈഡ് സർഫസ് ഉണ്ട്? 2 ഉണ്ട്. അപ്പൊ ഇതിന് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ. സോ ഫോർ ബോത്ത് സൈഡ്സ് ആണെങ്കിൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇ ഇൻറ്റു എസ് എന്ന് വരും. ക്ലിയർ ആയിക്കോട്ടെ? 2 എങ്ങനെ വന്നത് മനസ്സിലായി? 2 സൈഡ് സർഫസ് ഉള്ളതുകൊണ്ടാണ് 2 ഇൻറ്റു ഇ എസ് എന്ന് എഴുതിയത്. ആൻഡ് ദാറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അങ്ങനെ നമുക്ക് ഇനി ഏത് തിയറം അപ്ലൈ ചെയ്യണം? ഗോസസ് തിയറം അപ്ലൈ ചെയ്യണം. ഗോസസ് തിയറം എന്താ പറയുന്നത്? ഫ്ലക്സ് ഇസ് ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0. വീണ്ടും Q നമുക്ക് അറിയത്തില്ല, ഇൻഫിനിറ്റ് ലാർജ് ഷീറ്റ് ആണ്. സോ Q അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതൊരു സർഫസ് ഏരിയ ഉള്ള വളരെ ലാർജ് സർഫസ് അല്ലേ. അപ്പൊ നമ്മൾ അവിടെ എന്താ ഉപയോഗിക്കുന്നത്? അത് തന്നെ സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡെൻസിറ്റി കാണുന്ന ഫോർമുല സിഗ്മ ഇസ് ഈക്വൽ ടു Q ബൈ എസ്. എസ് എന്ന് വെച്ചാൽ സർഫസ് ഏരിയ. ചാർജ് പെർ ഏരിയ ആണ് നമ്മള് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോ കിട്ടിയില്ലേ? ക്യൂവിന് പകരം ക്യൂ എഴുതുന്നല്ലോ അൺനോൺ ടേം. അപ്പൊ ക്യൂവിന് പകരം എന്ന് എഴുതാം സിഗ്മ ഇൻറ്റു എസ് എന്ന് എഴുതിക്കൂടെ? കാരണം സിഗ്മ ഇൻറ്റു എസ് ആണല്ലോ ക്യൂ. അപ്പൊ ക്യൂ ഇവിടെ ഉപയോഗിക്കാം. അപ്പൊ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ എസ് ബൈ എപ്സിലോൺ 0. സിഗ്മ എസ് ബൈ എപ്സിലോൺ 0. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. 2 ഇക്വേഷന്റെയും LHS ഈക്വൽ ആണെങ്കിൽ RHS ഈക്വൽ അല്ലേ? സോ അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതാം 2 ഇൻറ്റു ഇ എസ്. ഏതിന് ഈക്വൽ ആയിരിക്കും? സിഗ്മ എസ് ബൈ എപ്സിലോൺ 0 ക്ക് ഈക്വൽ ആയിരിക്കും. സോ ദ ഇക്വേഷൻ ഈസ് 2ES ഇസ് ഈക്വൽ ടു സിഗ്മ എസ് ബൈ എപ്സിലോൺ 0. ഇവിടെ ഒന്ന് നോക്കിക്കേ, നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ചെയ്യാതെ പോയ ഒരാൾ കണ്ടോ? അപ്പുറോ ഇപ്പുറോ ഈക്വൽ ആയിട്ട് കിടക്കുന്നത് ആരാ? എസ്. കട്ട് ചെയ്ത് കളഞ്ഞൂടെ? അവനങ്ങ് വെട്ടിക്കളാ. അപ്പൊ എസും എസും പോയി. ഇനി എന്താ ബാലൻസ്? 2 ഇൻറ്റു ഇ ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ആരെയാ കണ്ടെത്താനുള്ളത്? ഇ അല്ലേ. അപ്പൊ ഇ ഒറ്റയ്ക്കാക്കുക. 2നെ തട്ടി അപ്പുറത്തിടാം. 2 അപ്പുറത്തെത്തുമ്പോഴത്തേക്കും ഡിവിഷൻ ആയി. സോ ഇ ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ആൻഡ് ദിസ് ഈസ് ദി ഡെറിവേഷൻ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? സോ ഇങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത് ആരുടെ? ഒരു പ്ലെയിൻ ഷീറ്റിന്റെ ഡെറിവേഷൻ. ഈസി ആയിട്ട് മനസ്സിലായില്ലേ? ഈസി ആയിട്ട് പഠിച്ചെടുത്തൂടെ? പരീക്ഷയ്ക്ക് പൊളിച്ചെടുക്കുന്ന രീതിയിൽ വേണം എഴുതി തകർക്കാൻ. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ലാസ്റ്റ് ഡെറിവേഷൻ ഗോസസ് സ്ലൈഡ് ഏതായിരുന്നു? അത് പറഞ്ഞില്ലല്ലേ? അടുത്ത ഡെറിവേഷനിലേക്ക് പോകുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡെറിവേഷൻ ഏതായിരുന്നു? അത് ലാസ്റ്റ് ഡെറിവേഷൻ ഒരു ഷെല്ലിന്റെ ഇലക്ട്രിക് ഫീൽഡ് കാണുന്ന ഡെറിവേഷൻ. ഓക്കെ, ഒരു ഷെൽ, വലിയൊരു ഷെൽ. അപ്പൊ വലിയൊരു ഷെല്ല് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതിന് ഫുൾ ചാർജ്ഡ് ആണ്. ഓക്കെ, ഇത് ഫുൾ ചാർജ്ഡ് ആണെന്ന് വിചാരിച്ചാൽ യൂണിഫോംലി ചാർജ്ഡ് ആണ്. ഷെല്ലിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു തരട്ടെ, ഒരിക്കലും മറക്കരുത്. ഒരു ഷെല്ലിൽ നമ്മൾ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ സർഫസിൽ മാത്രമേ റിസൈഡ് ചെയ്യുള്ളൂ. എവിടെ മാത്രം? സർഫസിൽ മാത്രം. ഒരിക്കലും അകത്തൊന്നും കാണത്തില്ല. ഇതൊരു ഷെല്ലാണെങ്കിൽ ഷെല്ലിലേക്ക്
ചാർജ് നമ്മൾ ഇങ്ങനെ സപ്ലൈ ചെയ്താൽ അത് അതിന്റെ സർഫസിൽ മാത്രം ഇങ്ങനെ റിസൈഡ് ചെയ്യും, അകത്തോട്ടൊന്നും കാണത്തില്ല. അപ്പൊ എല്ലാ ചാർജും എവിടെ ആയിരിക്കും? ഓൺ ദി സർഫസ് ആയിരിക്കും ഷെല്ലിന്റെ കേസിൽ. മറക്കരുതേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇനി ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണുന്നത് 3 സ്ഥലത്തുള്ളത് കണ്ടുപിടിക്കണം. അത്യാഗ്രഹമായി പോയി അല്ലേ? പക്ഷെ കണ്ടുപിടിച്ചേ പറ്റും. 3 സ്ഥലത്ത്. ഒന്നെന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദി ഷെൽ, രണ്ടെന്ന് പറയുന്നത് ഓൺ ദി സർഫസ് ഓഫ് ദി ഷെൽ, മൂന്നാമത്തത് ഇൻസൈഡ് ദി ഷെൽ. അപ്പൊ 3 സ്ഥലം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ദിസ് ഈസ് ഔട്ട്സൈഡ് ദി ഷെൽ, എ പോയിന്റ് P, then another point on the surface and another point inside the shell. അപ്പൊ എനിക്ക് 3 സ്ഥലത്തുള്ള ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്, സോറി ഫീൽഡ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? ഒരറ്റത്ത് നിന്ന് തുടങ്ങാം അല്ലെ? സോ ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദി ഷെൽ. ഇത് ആദ്യം തുടങ്ങാം. സോ ഔട്ട്സൈഡ് ദി ഷെൽ ഇതാണല്ലോ, ഈ പോയിന്റിലുള്ളതാണല്ലോ എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അത് വെച്ചുകൊണ്ട് ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യുക. അപ്പൊ ഈ നമ്മുടെ ഒറിജിനൽ ഷെല്ലിന്റെ റേഡിയസ് സ്മോൾ ക്യാപിറ്റൽ ലെറ്റർ R ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മളിപ്പോ എടുത്തിരിക്കുന്ന ആ പുതിയ ഷെല്ല്, നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഷെല്ല്, അതിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ R ആയിട്ടും കൺസിഡർ ചെയ്യും. ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം നേരത്തെ പറഞ്ഞത് തന്നെ മെത്തേഡ്, ആദ്യം ജനറൽ ഇക്വേഷൻ, ദെൻ ഗോസസ് ലോ ഇക്വേഷൻ, ദെൻ ഇക്വേറ്റ് ചെയ്യുന്ന പരിപാടി. സോ ഔട്ട്സൈഡ് ദി ഷെൽ, അപ്പൊ ഔട്ട്സൈഡ് ദി ഷെല്ല് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ജനറൽ ഇക്വേഷൻ എന്താ? ഫ്ലക്സ് ഇസ് ഈക്വൽ ടു E dot ds or EDS cos theta. ഇവിടെ എല്ലാം 0 ആയിട്ട് മാറും. അപ്പോ cos 0 is 1. അപ്പൊ EDS എന്ന് എഴുതാം. എന്താ ds എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ. അപ്പൊ സർഫസ് ഏരിയ എങ്ങനെയാ കണ്ടെത്തുക? ഒരു ഷെല്ലിന്റെ സർഫസ് ഏരിയ കാണുന്ന ഫോർമുല എന്താ? 4πr², അല്ലെ? അപ്പൊ നമ്മളിപ്പോ എടുത്തിരിക്കുന്ന ഷെൽ ഇതാണല്ലോ, സ്മോൾ r റേഡിയസ് ഉള്ള ഷെല്ലാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. സോ യു ക്യാൻ റൈറ്റ് E into 4π small r². Okay, 4πr². That is the equation number 1. Flux is equal to. ഇനി Gauss's law. Gauss's law ഉപയോഗിച്ചാണെങ്കിൽ flux is equal to Q by epsilon 0. വീണ്ടും കയറി വന്നു ക്യൂവിനെ കൊണ്ടൊരു നിവൃത്തിയില്ല അല്ലെ? സോ Q നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു വഴിയില്ല, കാരണം Q എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ആണ്. സോ Q ഇല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട്? സർഫസ് ചാർജ് ഡെൻസിറ്റി ഉണ്ടല്ലോ, സിഗ്മ. സോ സിഗ്മ is equal to Q by S. S എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ. സോ Q കാണുന്ന ഇക്വേഷൻ ആക്കുമ്പോൾ ഇത് എങ്ങനെ വരും? is equal to, ഇവിടെ ഞാൻ ആദ്യമേ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇവിടെ നമ്മൾ Q by S എന്ന് എഴുതിയല്ലോ. ഈ S എന്ന് പറഞ്ഞാല് നമ്മുടെ ചാർജ് എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലത്തെ സർഫസ് ഏരിയ. ഞാൻ ആദ്യമേ പറഞ്ഞു ചാർജ് എവിടെ മാത്രമേ ഇരിക്കൂ? ഈ ഷെല്ലിൽ മാത്രമേ ഇരിക്കൂ. അപ്പൊ ആ ഈ ചെറിയ ഷെൽ, അതായത് അകത്തിരിക്കുന്ന ഷെല്ലിന്റെ സർഫസ് ഏരിയ ആണ് ഈ S എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? സ്വാഭാവികമായിട്ടും 4π into capital R² എന്ന് വരും. Why? Because നമ്മൾ എപ്പോഴും ഏത് മാത്രമേ എടുക്കുന്നുള്ളൂ? ഈ സർഫസിലുള്ള ചാർജ് ആണ് നമ്മൾ എടുക്കുന്ന Q എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ സർഫസ് ഏരിയ മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മള്. അപ്പൊ 4πr². ഇനി നമുക്ക് Qന്റെ ഇക്വേഷൻ ആക്കുമ്പോൾ ഈ 4πr² ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ Qന് പകരം സിഗ്മ ഇൻറ്റു 4π capital R² ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്ന് വരും. സോ ദിസ് ഈസ് ദി സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 ഇക്വേഷൻ കൂടി ഇക്വേറ്റ് ചെയ്യണം. സോ E ഇൻറ്റു 4π small r² is equal to ഈ സൈഡ് വരുമ്പോ സിഗ്മ ഇൻറ്റു 4π capital R² ബൈ എപ്സിലോൺ 0. സ്വാഭാവികമായിട്ട് 2 സൈഡ് ഒരു ടേം കോമൺ കിടപ്പുണ്ട്. 4π വെട്ടിക്കള. പിന്നെ എന്തൊക്കെയാ ഉള്ളത്? R² താഴേക്ക് കൊണ്ടുവന്നാൽ പോരെ. അപ്പൊ ഈയുടെ ഇക്വേഷൻ ആയില്ലേ? സോ E is equal to സിഗ്മ ഇൻറ്റു, ഒരു കാര്യം നമുക്ക് ഭംഗിക്ക് സിഗ്മ ബൈ എപ്സിലോൺ 0 ഒരുമിച്ച് എഴുതാം. അപ്പൊ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യാപിറ്റൽ R², ഈ സ്മോൾ r² താഴെ വരുമ്പോൾ ഡിവൈഡഡ് ബൈ സ്മോൾ r². കാണാൻ ഒരു ഭംഗിക്ക് എങ്ങനെ എഴുതിയെന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എങ്ങനെയാണ് എഴുതിക്കോളൂ. ഓക്കെ, അപ്പൊ E is equal to സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യാപിറ്റൽ R² ബൈ സ്മോൾ r². ഇതാണ് ഔട്ട്സൈഡ് ദി ഷെല്ല് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തറന്നു കാണും അല്ലേ? കാരണം ഇനി ഏതൊക്കെ ഉണ്ട്? ഓൺ ദി സർഫസ് ഉണ്ട്, ഇൻസൈഡ് ദി ഷെൽ ഉണ്ട്. ഒത്തിരി വലിയ ഡെറിവേഷൻ ആയിരിക്കും ഒന്നും വിചാരിക്കണ്ട. എല്ലാം ടപ്പ് ചെയ്തിരും. കാര്യം വലിയ ഡെറിവേഷൻ അല്ല ഇങ്ങനെ ഉള്ളത്. ആദ്യത്തെ ഏതാ? ഓൺ ദി സർഫസ് അല്ലയോ? ഓൺ ദി സർഫസ് ആണെങ്കിൽ സിമ്പിൾ വഴിയുണ്ട്. എന്തായിരുന്നു ജനറൽ ഇക്വേഷൻ? ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള 1/4π epsilon 0 Q by R². അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ഓൺ ദി സർഫസ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളെങ്കിൽ, ഓൺ ദി സർഫസ് ആണെങ്കിൽ E is equal to 1/4π epsilon 0
Q by capital R square. So that is the equation. തീർന്നു ഡെറിവേഷൻ ഒന്നും ഇല്ല അതിനകത്ത്. സോ E is equal to 1 by 4 pi epsilon Q by R square. കാരണം ചാർജ് എവിടെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് അൺനോൺ ആണ്. ആ ഡിസ്റ്റൻസ് വരെയുള്ള ഇലക്ട്രിക് ഫീൽഡ് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണല്ലോ നമ്മൾ കണ്ടെത്തുന്നത്. സോ സാധാരണ ഇക്വേഷൻ മാത്രം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. E is equal to 1 by 4 pi epsilon Q by R square. ഇനി ഒരെണ്ണം കൂടിയല്ലേ ഉള്ളൂ, അതേതായിരുന്നു? ഇൻസൈഡ്. സോ ഇൻസൈഡ് വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഷെല്ല് കൺസിഡർ ചെയ്യാം. നമ്മൾ ഇൻസൈഡ് എടുത്തിരിക്കുന്ന പോയിന്റ് വെച്ചുകൊണ്ട് ഞാനൊരു ഷെല്ല് കൺസിഡർ ചെയ്യും, ഒരു സർഫസ് കൺസിഡർ ചെയ്യും. ഇവിടത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് 0. എത്രയാണ് ഇലക്ട്രിക് ഫീൽഡ്? ഇവിടെ 0 ആണ്, ഒന്നും തന്നെ ഇല്ല. എന്താ കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. ബിക്കോസ് നമ്മൾ കൺസിഡർ ചെയ്ത ഷെല്ലിനകത്തെ ചാർജ് വല്ലതും ഉണ്ടോ? ചാർജ് എല്ലാം പുറത്തല്ലേ ഇരിക്കുന്നത്, ചാർജ് എല്ലാം ഷെല്ലിന്റെ സർഫസിലല്ലേ, അകത്ത് ചാർജ് ഒന്നും ഇല്ല. ചാർജ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യുന്നത്? ഗോസസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ Q by epsilon 0, QA 0 ആയി. അപ്പൊ സ്വാഭാവികമായിട്ട് 0 by epsilon 0 is 0. സോ അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ആൻസർ? ഫ്ലക്സ് 0. ഫ്ലക്സ് 0 ആണെങ്കിൽ പിന്നെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ കാണുമോ? ഉറപ്പായിട്ടും കാണില്ല. സോ ഇലക്ട്രിക് ഫീൽഡും അവിടെ എത്രയായിരിക്കും? 0. സോ ഇൻസൈഡ് ദി ഷെൽ E is equal to 0. മറക്കരുത്. ഓക്കെ, അപ്പൊ ഇൻസൈഡ് ദി ഷെൽ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ഇങ്ങനെയാണ് 3 ഡെറിവേഷൻസ് ചെയ്യുന്നത്. ആ മൂന്നാമത്തേത് മാത്രം കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, എന്നാലും വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സോ ഗോസസ് തിയറം ആപ്ലിക്കേഷൻസ് എല്ലാം ടപ്പ് എന്ന് പഠിച്ചു തീർത്തു. അവ എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണ് എന്റെ വിശ്വാസം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി. ഇനി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ഇനിയും ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക, ഡീറ്റെയിൽസ് അയച്ചു തരാം. ഫ്രീ അല്ല, ഓൺലൈൻ ക്ലാസ്സിന് ഫീസ് ഉണ്ട്. അത് ആദ്യമേ എടുത്തു പറയുകയാണ്. വലിയ എമൗണ്ട് അല്ല എങ്കിലും ഫീസ് വാങ്ങിയാണ് ക്ലാസ്സസ് എടുക്കുന്നത്. ഒത്തിരി കുട്ടികൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ആ ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. യൂട്യൂബ് ക്ലാസ്സസ് മാത്രം കൊണ്ട് പഠിക്കാൻ പറ്റില്ല. ഓൺലൈൻ ക്ലാസ്സസിൽ പറയുന്നത് കൂടി ചേർത്താൽ മാത്രമേ നല്ല രീതിയിൽ +2 മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ, നമുക്ക് ഇനി എപ്പോൾ നേരിട്ട് പഠിപ്പിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഓൺലൈൻ ആണ് ശരണം. അപ്പൊ അതുകൊണ്ട് മാക്സിമം എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. മടി വിചാരിക്കരുത്, കാരണം മടിയൻ അവസാന കാലമാകുമ്പോഴത്തേക്കും വലിയ മലകൾ ചുമക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ ഊർജ്ജസ്വലമായിട്ട് പോട്ടെ. കുറച്ച് സമയത്തെ കാര്യമുള്ളൂ. പഠനം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. അതിനെ കഠിനമാക്കരുത് ഒരിക്കലും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്നാണ് എന്റെ വിശ്വാസം. ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ +2 ജയിക്കുന്നത് വരെയും ഞാനും കൂടെ കാണാം.